അന്ന് അപകടത്തിൽപ്പെട്ട് കുഴി കിടക്കുന്നത് കണ്ടു. ഇന്നലെ ഹോട്ടൽ മുറി വെച്ച് കണ്ടു. ഇതല്ലാതെ എന്തറിയാൻ ജമിനിയെ പറ്റി? ഒരു സിനിമാ നടി. ബട്ട് ഹൂ ഈസ് ഷീ? മലയാളിയാണ്. ബോംബെക്കാരിയാണെന്നും പറയുന്നു. ബോംബെ മലയാളി. ഒരു സാധാ ടൈപ്പിസ്റ്റിന്റെ മകൾ. അമ്മ ഗുജറാത്തിയാ. ഫാഷൻ ഡിസൈനിങ് ആണ് ജമിനി പഠിച്ചത്. ഓ, അതായിരിക്കും പിന്നീട് ഈ തുണിക്കമ്പനി തുടങ്ങാനുള്ള പ്രചോദനം. ആവാം. പഠിക്കുന്ന കാലത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി ഏതോ സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അത് കയറിയും കൊളുത്തു. അതോടെ ആഡ് ഫിലിം രംഗത്ത് ഇവളൊരു മഹാസംഭവമായി. ടോപ്പ് മോഡൽ. അങ്ങനെ ഒരു ദിവസം തമിഴിൽ പടമെടുക്കുന്ന ഒരു മലയാളി പ്രൊഡ്യൂസർ നായികയെ തേടി ബോംബെയിലെത്തുന്നു. ജമിനിയെ കാണും. കൂടെ അവനുണ്ടായിരുന്നു വില്യംസ്. അവനാരാ? പ്രൊഡ്യൂസറുടെ കസിൻ. ഓ, എർത്ത്. അപ്പൊ എർത്ത് കയറി ഹീറോയിനെ പ്രേമിക്കുന്നു? അല്ല, സത്യത്തിൽ വില്യംസ് ജമിനിയെ രക്ഷിക്കുകയായിരുന്നു. ഈ പരസ്യ കമ്പനിക്കാരനും ജമിനിയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. 5 വർഷത്തേക്ക് പുറത്തൊരു പടത്തിലും അഭിനയിക്കാൻ പാടില്ല. അന്വേഷിച്ചു വന്ന സകല സിനിമാക്കാരെയും ഈ കരാറുകാരൻ കയറി വെട്ടി. ഏത് മോഡലിന്റെ സ്വപ്നമാണല്ലോ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർഡം ഉണ്ടാക്കാന്നുള്ളൂ. അത് സാധിക്കാതെ ജമിനി നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് വില്യംസിന്റെ വരവ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എല്ലാ പ്രൊഡ്യൂസർമാരെയും പോലെ ഇവന്മാരും മടങ്ങിപ്പോയില്ല. പകരം എന്തുണ്ടായി? കരാറുകാരൻ തട്ടിപ്പോയി. അതെ, പക്ഷെ തെളിവില്ല. റോഡ് ആക്സിഡന്റ്. ജമിനി ആ തമിഴ് സിനിമയിലൂടെ സൂപ്പർ സ്റ്റാറായി. അതിനിടയ്ക്ക് തന്ത ചത്തും പോയി. അതോടെ അവളുടെ സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ വില്യംസ് ഏറ്റെടുത്തു. അവൻ അങ്ങനെ ആക്കി തീർത്തു. സത്യത്തിൽ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭാര്യയാണെന്നൊക്കെ അവനിങ്ങനെ ചുമ്മാ വെള്ളപ്പുറത്ത് പറയും. അയാൾക്ക് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. രക്ഷിക്കാൻ ഒരു കൊല ചെയ്തവൻ ശിക്ഷിക്കാനും മടിക്കില്ല എന്ന് ജമിനിക്ക് സംശയം തോന്നി തുടങ്ങി. പോരാത്തിന് സമ്പത്തും കുമിഞ്ഞുകൂടി. ഈ അടുത്ത കാലത്ത് ജമിനിക്കൊരു പ്രേമബന്ധം. കാമുകൻ ഹിന്ദിയിലെ സൂപ്പർ ഡയറക്ടർ, അണ്ടർവേർഡ് കണക്ഷനൊക്കെ ഉള്ള ആളാ. അപ്പൊ അവനോട് മത്സരിക്കാൻ താൻ പോരാ എന്ന് വില്യംസിന് തോന്നിക്കൂടെ? അപ്പോ ആരാ യഥാർത്ഥ കൊലയാളി? ഡ്രാക്കുള? അറിയില്ല. സമയനിഷ്ഠയുള്ളവൻ. അവനെന്താ വരാത്തെ? ഏത് നിമിഷവും വരാം. വാക്ക് പാലിക്കാത്ത നിസ്സാരന്മാരെ ഒന്നും വില്യംസ് ഈ പണി ഏൽപ്പിക്കില്ല. അപ്പൊ നടുവിലുള്ള തേർഡ്മാൻ ആരാണ്? വില്യംസിനും ഡ്രാക്കുളയ്ക്കിടയിലുള്ള ലിങ്ക് ചോദിച്ചില്ല, പറഞ്ഞൂല്ല. എന്തോ കുഴപ്പമുണ്ട്. ആള് കാട്ടൂരച്ചന്റെ ഫ്രണ്ടാണെന്ന് ഉറപ്പാണ്. അതൊരു സൊല്യൂഷൻ അല്ലല്ലോ. ദേവരാജൻ കുറ്റവാളിയാണെങ്കിൽ ശങ്കരൻ എന്തിനൂടെ കൊണ്ടുവന്നു? വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. വിറ്റ്നസ് ഇല്ല, എവിഡൻസ് ഇല്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മിസ്റ്റർ ജോൺ. ലെറ്റ് ദ പോലീസ് കം. അതിനു മുമ്പ് മദറിനെ വിവരം അറിയിക്കും. അതൊരു പന്തികെട്ട വരവാണല്ലോ. അതാരാ? ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാ. ഗുഡ് ഈവനിംഗ് ഫാദർ. ഗുഡ് ഈവനിംഗ് സിസ്റ്റർ. ഹൗ ആർ യു? ഫൈൻ. ഓക്കെ 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 ഓക്കെ. എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാ. മറിയിച്ചൊന്നും കന്യാസ്ത്രീയോട് സംസാരിച്ചാലോ? എടാ, നിനക്ക് നിങ്ങളെ അറിയാഞ്ഞിട്ടാ. എടാ, സംഗതി ഇത്തിരി സീരിയസാ. നീ ഇവിടെ തന്നെ നിൽക്കേ. ഞാൻ പോയി പോളച്ചനെ കണ്ടച്ചും വരാം. അതാരാ? ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് പോൾസൺ. പേടിക്കണ്ട, എന്റെ അടുത്ത കക്ഷിയാ. വല്ലപ്പോഴും രാവിലെ കുർബാനയ്ക്ക് വരും. നീ ഇവിടെ നിൽക്കേ. എടാ, നീ വിളിച്ചപ്പോ പോളച്ചനോട് പറഞ്ഞ പേരെന്താ? ജോൺ സാമുവൽ. ജോൺ സാമുവൽ. അത് റിവീൽ ചെയ്യണ്ട. തൽക്കാലം ദേവരാജനും ജോൺ സാമുവലും രണ്ടായി തന്നെ നിൽക്കട്ടെ. ഞാനിപ്പോ വരാം. This is the man, Devarajan. You are under arrest, Mr. Devarajan. എന്താ കാര്യം? ശങ്കർ മരിച്ചു. It was only an accident. എന്നാണ് ഞങ്ങളും കരുതിയത്. മിസ്റ്റർ കാരണം വിസിബിലിറ്റി കുറവായിരുന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അയാൾ കൈപൊക്കിയത്. ഞാൻ മാക്സിമം ബ്രേക്ക് ചവിട്ടുകയും ചെയ്തു. ആക്സിഡന്റ് അത്ര സീരിയസ് അല്ല. ഒരു മൈനർ ഹെമറേജ്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഫേറ്റൽ. പക്ഷേ ശങ്കർ വെടിയേറ്റാണ് മരിച്ചത്. നോ. യെസ്. അയാളുടെ ലങ്സിൽ നിന്നെടുത്ത ബുള്ളറ്റ് ആണിത്. മൂന്നാമത്തെ വെടി ശരീരം തുളച്ചു പുറത്തു. പോസ്റ്റുകളെ കുറിച്ച് ഒന്നും അറിയാത്ത ആളല്ല ദേവരാജൻ. ആക്സിഡന്റിനെ കുറിച്ച് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണത്രേ ചത്ത ആള് കൈപൊക്കിയത്. പോയിന്റ് ബ്ലാങ്ക് ഒരു സാധാ ഡ്രൈവറുടെ ഡിക്ഷണറി ഇല്ലാത്ത വാക്കായത്. ഈസ് നോട്ട് എ ക്രെയിൻ ഓപ്പറേറ്റർ. ഗുഡ് ഈവനിങ് സർ. പോൾസൺ വില്യംസ് IPS, ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടാണ്. സുഹൃത്തുക്കൾ പോളച്ചൻ എന്നും ശത്രുക്കൾ വില്യംസ് എന്നും വിളിക്കും. യു ഹാവ് യുവർ ചോയ്സ് മിസ്റ്റർ ദേവരാജൻ. സാറി രാത്രി ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല.
ദൈവം ഇങ്ങനെ വാരിക്കോരി അനുഗ്രഹിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാതെ ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ കാര്യം. പിടിവിട്ടു പോയാൽ പോയില്ലേ? വാ വാ. സർ, ഇത് വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ജെമിനി ഓഫർ ചെയ്ത എമൗണ്ട് എത്ര? എന്നെ കൊല്ലാൻ അവൾ എത്ര തന്നു? ഇനി എത്ര തരും? ഇൻബോൺ ആർട്ടിസ്റ്റാണ് അവൾ. തികഞ്ഞ നടി. താരം തിരഞ്ഞെടുത്ത കൊലയാളിയും അതേ ജനുസ്. ബോൺ ആർട്ടിസ്റ്റ്. ഫാക്ടറിയിൽ നീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ സംശയിച്ചില്ല. ദാറ്റ്സ് എ ബ്യൂട്ടി. ആക്ടിങ്, നടിപ്പ്, വിദ്യയാണ് ശങ്കർ. പമ്പര വിഡ്ഢി. നിന്നോടുള്ള പൂർവ്വ പരിചയം ഒരു വീക്ക് മൊമെന്റിൽ അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റിയ ചതിയുടെ ആഴം ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്നെ കൊല്ലാൻ നിന്നെ ഏർപ്പെടുത്തിയവനാണ് ശങ്കർ. ഓഫ് കോഴ്സ്, ജെമിനിയുടെ അറിവോടെ. നോ നോ, അല്ലല്ല, ശങ്കർ അല്ല. സോ ഐ കിൽഡ് ഹിം. ശങ്കർ ഈസ് നോ മോർ. ശങ്കറിനെ രക്ഷപ്പെടുത്താനുള്ള നിന്റെ ശ്രമം എനിക്കിഷ്ടപ്പെട്ടു. ചത്തത് അവന്റെ ബാഡ് ഫേറ്റ്. ലീവ് ഇറ്റ്. പക്ഷെ നിന്റെ വരവ് രണ്ടു വിധത്തിൽ എന്നെ സഹായിച്ചു. ഒന്ന്, ശങ്കറിന്റെ മർഡറിന് ഒരു സ്കേപ്പ് ഗോഡിനെ കിട്ടി നീ. രണ്ട്, നിന്റെയും ശങ്കറിന്റെ ഒത്തുകളി പൊളിഞ്ഞു. സാർ, ഒത്തു കളിക്കുകയായിരുന്നു. ശങ്കറിനെ നിനക്ക് വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല? സൽപ്രവർത്തിക്ക് പേര് കേട്ടവനല്ല ദേവരാജൻ. രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. മദ്രാസിയിലെത്തിയാൽ ജെമിനി എന്ത് ചെയ്യും? വാട്ട് വാസ് യുവർ അഡ്വൈസ്? പോലീസ് റിപ്പോർട്ട് ചെയ്യും. നോ പ്രോബ്ലം. ഒരേ ഒരു സാക്ഷി നീയാണല്ലോ. സോ നോ പ്രോബ്ലം. ദെൻ വേർ ഇസ് ഒറിജിനൽ കില്ലർ, ദ റിയൽ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്, ഡ്രാക്കുള? ഈസ് ഹി അലൈവ്? അവനെ കൊന്നെങ്കിൽ ധൈര്യമായി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം. ഇഫ് ഹി ഈസ് അലൈവ്, ഞാൻ അത് അറിഞ്ഞേ തീരൂ. ദ ഹോൾ ജെമിനി എപ്പിസോഡ് ഞാൻ അത് അറിഞ്ഞേ തീരൂ, ഇൻ ഡീറ്റെയിൽ. 5 ലക്ഷം രൂപയും തിരുവനന്തപുരത്തെ 4 ഡോക്ടേഴ്സും ഉണ്ടെങ്കിൽ അപ്പുവിന്റെ ജീവിതം ഭദ്രം. ഈസ് ഇറ്റ്? അപ്പു മരിച്ചാലോ? രോഗം കൊണ്ടല്ല, വെടിയേറ്റ് മരിച്ചാലോ? നീ എങ്ങനെ റിയാക്ട് ചെയ്യുക? അയ്യോ, പടപടാന്നിരിക്കുന്നല്ലോ. അല്ല, പാൽപിറ്റേഷൻ തുടങ്ങിയല്ലോ. അയ്യോ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അങ്ങനെ 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 തന്നെ. രണ്ടറ്റായി കഴിഞ്ഞിരിക്കുന്ന എന്നെ നീ കൊലക്കൂടി കൊല്ലടാ. അയ്യോ സാർ, പോലീസാണല്ലേ? സാർ, ഞാൻ പട്ടാളം, എയർഫോഴ്സ്. നാമക്കല്ലി എന്ന് പറഞ്ഞ് കോഴിയായിട്ട് കൊച്ചിക്ക് പോവാ. നീ കള്ളനാണല്ലേ? അല്ല ആശാനെ, കാര്യം എയർഫോഴ്സ് ആണെങ്കിലും പട്ടാളവും തോക്കും ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ ഒരു ഡ്രൈവറാ സാറേ. പക്ഷെ ഈ സാധനം എനിക്ക് പേടിയാണ്. അറ്റായിക്കാരനാ മാഷേ. അതങ്ങ് മാറ്റിയപ്പം മസിലൊക്കെ ഒന്ന് അയഞ്ഞ്. മസിലയഞ്ഞപ്പോ ദേ വേറൊരു പാര. ഇവിടെയാണ് നേരവും വെളുത്തല്ലോ. അയ്യോ, എന്താണ്? 1 + 2 മൊത്തം 3. ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ നിർത്തി കാര്യം സാധിക്കാം. ലുങ്കി സോപ്പ് വീണ്ടാത്ത.
പെട്ടിയുടെ താക്കോല്ലാതേല താഴെ ഭയങ്കര തിരക്ക്. പട്ടാള വന്ന് പറഞ്ഞപ്പോ അമ്മര് മുകളിൽ ഒരു മുറി തന്ന്. ഇപ്പൊ വരാം. ഈ വണ്ടിയെ വന്നാൾ ഏത് റൂമിലാണ്? 203. ஆமாண்டி 7 மணிக்கெல்லாம் வந்தாச்சுங்க. ஓ என்ன வேணாலும் சொல்லு நீ. சொல்லுங்க. அப்படியெல்லாம் பேசக்கூடாது. പൊണ്ടാട്ടി പൊണ്ടാട്ടി സാധനം പാണ്ടിയ ചിക്കിലി കൊടുത്ത് ഒഴിവാക്കാൻ നോക്കി, അവള് വിട്ടില്ല. മടവിധി. ചൊല്ല. நான் சொன்னேன் நீ எடுத்துட. அதை கொடுத்துட, அது பிரச்சனை இல்ல. எல்லாம் ஃபேமிலி மேட்டர்ஸ் தானே, எதுக்கு இப்ப பேசணும்? அவனே அந்த திருட்டு மூஞ்ச பார்க்காத. ഡ്രാക്കുള, the prince of darkness. പക്ഷേ അത് നിനക്ക് ചേരില്ല, എനിക്ക് ചേരും. ബിക്കോസ് ഐ ആം ദ ഒറിജിനൽ. എന്നെ കണ്ടപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഞെട്ടുന്നു. അയ്യോ പാവം, ഇതെന്തു ഡ്രാക്കുള? ഇത് വെറും ലോക്കൽ അല്ലേ? മാക്സിമം ഒരു 6 കൊല്ലയുടെ റേഞ്ച് വരും. പിശാചുക്കളെ നാറ്റിക്കാനുണ്ടായ അശു. ജെമിനി വില്യംസ് എൻകൗണ്ടർ, അത് അവരുടെ കുടുംബകാര്യം. നമുക്കൊരു കാര്യമില്ല, പക്ഷെ യവന് കാര്യമുണ്ട്. എന്റെ ചോറാണ് മാഷേ. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് വഴി തെറ്റി. വഴി കണ്ടുപിടിച്ചവൻ അടുത്ത ഡ്രാക്കുള കയറി പറ്റി. തട്ടിക്കളയാന്ന് പറഞ്ഞല്ല ഞാൻ. സമ്മതിച്ചില്ല, അനുഭവിക്കും. സർവീസിലായിരുന്നപ്പോ എന്റെ ബോസ് ആയിരുന്നു വില്യംസ്. ഇപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളാ. 2 മുതലാളിമാർ തമ്മിലുള്ള സ്നേഹബന്ധം. അതർമാൻസ് മണിയിലാണ് രണ്ടിന്റെയും കളി. അങ്ങനെ നിനക്ക് തോന്നാം ജെമിനിയുടെ കാശിൽ വില്യംസിന്റെ കളി, നന്ദുവിന്റെ കാശിൽ എന്റെ കളി. യു ആർ റൈറ്റ്. നന്ദു പോയ വേറൊരു നന്ദു, ജെമിനി പോയ വേറൊരു ജെമിനി. പക്ഷെ അവരുടെ പണം അത് പോകാൻ പാടില്ല. അന്നത്തെ എന്റെ അതേ അവസ്ഥയിലാണ് വില്യംസും. ജെമിനി വിവാഹിതയാവുന്നു, തൊപ്പിക്കാരൻ ഒഴിഞ്ഞേ പറ്റൂ. പക്ഷെ ഞാൻ അന്ന് ചെയ്യാൻ മടിച്ചത് വില്യംസ് ചെയ്തു. ജെമിനിയെ കൊല്ലാൻ ഒരാൾ. സോ ഐ സെൻഡ് ഹിം. എന്ത് കാര്യം? ചിക്കിലി മുഴുവൻ കൊണ്ടുപോയില്ലേ? സഞ്ചിയിൽ എത്ര ബാക്കി? വാടക കൊലയാളിക്ക് എസ്കോട്ട് വന്നത് വില്യംസിനെ വളർത്താനല്ല. ഐ നോ യു ആർ ഹിയർ വിത്ത് ഫാദർ വർഗീസ്. തീരെ പ്രതീക്ഷിക്കാതെ ഒരു ആൾമാറാട്ടം നടന്നപ്പോ ഐ കെപ്റ്റ് എ ലോ പേസ്. വില്യംസിന്റെ മുന്നിൽ നീ കൊടുങ്ങുമെന്ന് ഞാൻ കരുതി. ഇല്ല, സക്സസ് എപ്പോഴും നിന്റെ കൂടെ ആയിരുന്നു. ഓക്കെ, അത് ദൈവനിശ്ചയം. ഈ പണം നിന്റേതാണ്. പോരെങ്കിൽ പറയാം, ഫോർഗെറ്റ് ഹിം. അവന് ഞാൻ കോമൺ സെറ്റ് ചെയ്തോളാം. ബട്ട് അപ്പുവിനെ എനിക്ക് വേണം. ഐ നോ ഹി ഈസ് സിക്ക്. വില്യംസ് എല്ലാം എന്നോട് പറഞ്ഞു. ലോകത്തെവിടെയെങ്കിലും ഒരു ചികിത്സയുണ്ടെങ്കിൽ അത് അപ്പുവിനെ കിട്ടിയിരിക്കും. അവൻ ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പു ഇല്ലെങ്കിൽ എനിക്ക് നന്ദുവില്ല. നന്ദു അത് കോടികളുടെ ഒരു പ്രസ്ഥാനമാണ് ദേവരാജ. ഇനി അത് വിട്ടുകളിക്കാൻ ഞാൻ തയ്യാറല്ല. വില്യംസ് ഉടനെ എത്തും. Then we are moving to Holy Angels. അപ്പു എന്റെ കൂടെ. You are free. ശങ്കരന്റെ മരണവുമായി നിനക്ക് പിന്നെ യാതൊരു ബന്ധവുമില്ല. വാക്കാണ്. Free for ever. അപ്പോ എല്ലാം ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു.
സിസ്റ്റർ വറീച്ചൻ റൂമിലുണ്ടോ? ചാപ്പലിലുണ്ട്. ഒരു ഗസ്റ്റ് വന്നിരുന്നു കുമ്പസാരിക്ക്. ആരാ ഗസ്റ്റ്? കണ്ടിട്ട് പരിചയം തോന്നിയില്ല. പറഞ്ഞ പോലെ അയാൾ വന്ന് വണ്ടിയും കാണുന്നില്ലല്ലോ. പോയായിരിക്കും. വറീച്ച, ഞാനാ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല വറീച്ച. ഞാൻ അപ്പൂനെ കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാ. വറീച്ച, വറീച്ച. അപ്പോ ഹലോ അപ്പോ. അച്ഛാ, are you all right? Can you hear me? യെസ്. നീ എവിടെയാ? അറിയില്ല, എവിടെയോ. അച്ഛാ, how is വറീച്ചൻ അങ്കിൾ? അങ്കിളിനെ ഒരുപാട് തല്ലി. അപ്പോ. ഹലോ വില്യംസ്. ജെമിനി മദ്രാസിൽ എത്തിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. Where is she? വില്യംസ്, I will kill your son. എന്നോട് നീ പണം വാങ്ങിയത് ജെമിനിയെ കൊല്ലാനാണ്. ഡു ഇറ്റ്. എന്റെ ആൾക്കാരെ നീ കൊലയ്ക്ക് കൊടുത്തു. അതിനുള്ള ചെറിയ ശിക്ഷ വറീച്ചൻ. സോ ഡു ഇറ്റ്. വില്യം സാറിന്റെ ഫാം ഹൗസ് അല്ലേ? അതെ. ആരാ? ഞാൻ പുതിയ വാച്ച്മാനാ. ഹലോ, എന്തായി? ഹലോ 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 Huh?
വില്യംസ്, നമുക്ക് ഈ കളി മതിയാക്കാം. രോഗിയാണ് എൻ്റെ മകൻ. എനിക്കിവനെ രക്ഷിച്ചേ മതിയാവും. ഞങ്ങളൊരു യാത്രയിലാണ്, ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര. ഞാൻ, അപ്പു, നന്ദു. വഴി മുടക്കരുത്. ഒരു ദുർബല നിമിഷത്തിൽ നിന്നോട് വാങ്ങിയ പണം, ശാപം കിട്ടിയ പണം, ടേക്ക് ഇറ്റ് ബാക്ക്. ദയവ് ചെയ്ത് പിന്തുടരരുത്. നമുക്ക് തമ്മിൽ ശത്രുതയില്ല. സത്യം. ലെറ്റ് മീ ലീവ്. എനിക്കും ജീവിക്കണം. മാനത്തെന്തു വിശേഷം ചൊല്ലുക മാനത്തെന്തു വിശേഷം